സമൃദ്ധേ, മോളെ സമൃദ്ധേ. ആമേ. സമൃദ്ധ, എന്തുണ്ട് വിശേഷം? കുറച്ചു ദിവസങ്ങളായി വരവും വിളിയൊന്നും ഇല്ലല്ലോ. ഇവിടെ മോളുടെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനങ്ങ് തിരക്കിലായിപ്പോയി. മോള് വന്ന കാലം നിൽക്കാതെ ഇരിക്കെ, ഞാൻ ചെന്ന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇരിക്ക. ഗോകുലില്ലേ? കുറച്ചു മുമ്പേ പുറത്തേക്ക് ഇറങ്ങിയതാ, ഉടനെ എത്തുന്നാ പറഞ്ഞ്. എനിക്കവിടെ ഇരുന്നിട്ട് പുറയ്ക്കാഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ പറഞ്ഞ കാര്യം സമൃദ്ധ ഗോകുലിനോട് സൂചിപ്പിച്ചിരുന്നോ? ആ, ഞാൻ സംസാരിച്ചിരുന്നു. എന്നിട്ട് ഗോകുൽ എന്ത് പറഞ്ഞു? എന്നെ സഹായിക്കില്ലേ? അങ്ങനെ ഒഫീഷ്യൽ കാര്യങ്ങളിലൊന്നും ഞാൻ അങ്ങനെ ഇടപെടുന്നതല്ല. എങ്കിലും അവന്തികയുടെ കാര്യമായതുകൊണ്ടാ ഞാൻ സംസാരിച്ചത്. പിന്നെ അവന്തിക എന്റെ മാത്രം ഫ്രണ്ട് അല്ലല്ലോ, ഗൂഗിളിന്റെയും അടുത്ത സുഹൃത്തല്ലേ. ഗൂഗിള് സഹായിക്കാതിരിക്കില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ആ കേസ് തോറ്റാൽ എന്റെ കാര്യം അധോഗതിയാവും. അറിയാം, ഈ കേസ് തോറ്റാ അവന്തിക പഴയ അവസ്ഥയിലേക്ക് പോവല്ലോ. പഴയ അവസ്ഥയോ? അതിന് സമൃദ്ധയ്ക്ക് അല്ല, സ്വത്തൊക്കെ വിട്ടുപോയ ആരായാലും പഴയ കഷ്ടപ്പാടിന്റെ അവസ്ഥയിലേക്ക് തന്നെയല്ലേ വീണു പോകുന്നത്. ഓ, അങ്ങനെ. അത് സമൃദ്ധ പറഞ്ഞത് ശരിയാ. കഷ്ടപ്പെട്ട് ഞാനുണ്ടാക്കിയ സമ്പത്തിലാ അവൻ കണ്ണുവച്ചിരിക്കുന്നത്. എനിക്കതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതെ അതെ, ഈ സ്വത്തുക്കളൊക്കെ ഉണ്ടാക്കാൻ അവന്തിക ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അല്ല, കഷ്ടപ്പെടാതെ ആർക്കും ഇതൊന്നും നേടിയെടുക്കാൻ പറ്റില്ലല്ലോ. അതെ അതെ. ആ, ഗൂഗിള് വന്നല്ലോ. ഞാൻ വിളിക്കാം. അവന്തിക എപ്പോ എത്തി? വന്നതേ ഉള്ളൂ. എന്താ പ്രത്യേകിച്ച്? അല്ല, സമൃദ്ധയെ കണ്ടിട്ട് കുറച്ചു നാളായല്ലോ. പിന്നെ എനിക്ക് കേസിന്റെ 1-2 കാര്യങ്ങൾ ഗൂഗിളിനോട് സംസാരിക്കാനുണ്ടായിരുന്നു. ഞാനും ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. ആണോ? അപ്പോ ഞാൻ വന്നത് നന്നായല്ലേ? എങ്കിൽ നമുക്ക് മുകളിലേക്ക് ഇരുന്നല്ലോ. പിന്നെന്താ,